ഹായ്, ലൈവ് ഗാർഡൻസിൽ നിന്നാണ്. ഇതിന്റെ ഡിസംബർ മാസത്തിലെ 2025 ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ ഓഫറാണ്. ഇത് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള വിത്ത് പോട്ട് സഹിതം 1 മീറ്ററോളം ഹൈറ്റ് വരുന്ന ഈ സ്നേക്ക് പ്ലാന്റ് വിത്ത് സിറാമിക് പോട്ട് ഉൾപ്പെടെ ഈ വരുന്ന 13, 14 തീയതികളിൽ വെറും 55 ദിർഹത്തിന് വീണ്ടും ഒരു ഓഫർ വന്നേക്കാണ്. സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. പെട്ടെന്ന് വായും. ഈ പറഞ്ഞ സ്നേക്ക് പ്ലാന്റിന്റെ കെയറിങ് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. സാധാരണ നമ്മുടെ നാട്ടില് പറമ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിന് നാട്ടിലൊക്കെ പല ആൾക്കാരും പല പേരുകളും വിളിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത് സർപ്പപ്പോളയെന്നാണ്. എന്റെ നാട്ടിലൊക്കെ സർപ്പപ്പോളയെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ചില നാട്ടിലൊക്കെ ആ പേര് കേൾക്കുമ്പോൾ ചിരി വരും. ചിലപ്പോ അമ്മായിയുടെ നാക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് സോക്രട്ടീസിന്റെ വാള്, പിന്നെ ശരിക്കും ഇതിന്റെ ഒരു പേരുണ്ട് സെൻസാവേരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രത്തോളം പേരുകളാണ് ഈ സ്നേക്ക് പ്ലാന്റിനുള്ളത്. വായു ശുദ്ധീകരിക്കാനായിട്ട് നാസ അംഗീകരിച്ചിട്ടുള്ള പ്ലാന്റുകളിൽ ഏറ്റവും ഒന്നാമത്തെ പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. എങ്ങനെയാണ് ഇത് വായു ശുദ്ധീകരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഈ ലീഫുകളിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളുകൾ പകൽ സമയത്ത് അടഞ്ഞിരിക്കുകയും രാത്രി സമയങ്ങളിൽ അത് ഓപ്പൺ ആവുകയും ചെയ്യും. അതുവഴി നമുക്ക് ഓക്സിജൻ ഒരുപാട് പുറത്തേക്ക് കിട്ടും. നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന റൂമൊക്കെ ഉണ്ടല്ലോ, സഫോക്കേഷനുള്ള ആൾക്കാരുടെ അവര് റൂമിലൊക്കെ ഇത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം അടച്ചിട്ടേക്കുന്നത് നൈറ്റ് ടൈമിലൊക്കെ റൂം അടച്ചിട്ടിരുന്നാലും ഇതിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ അളവ് ഏകദേശം ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ അളവിന് തുല്യമായിരിക്കാം. അത്രത്തോളം ഓക്സിജൻ ഈ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും എന്ന് ഫുങ്ഷി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് വെക്കേണ്ട സ്ഥലം സൗത്ത് ഈസ്റ്റ് ആണ്. വാസ്തുശാസ്ത്ര പ്രകാരം പറയാറുള്ളത് ഇത് സ്ട്രെസ് കുറയ്ക്കും എന്നും കൂടെ പറയുന്നുണ്ട്. വേറെ കെയറിങ്ങുമായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സൺലൈറ്റ് വേണമെന്നില്ല. വെട്ടം കുറഞ്ഞ സ്ഥലത്ത് വെക്കാം. അധികം വെള്ളം വേണ്ട. ഒരു 15 ദിവസം കൂടുമ്പോഴോ 30 ദിവസം കൂടുമ്പോഴോ ഇതിന്റെ മണ്ണ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തെ ഭാഗം ചീഞ്ഞിട്ട് ഇത് മറിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ, ഇത് നിങ്ങൾക്ക് പുതിയൊരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലീഫ് കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെച്ച് ചെയ്തെടുക്കാം. ഇത് ഹൈഡ്രോപോണിക് ആയിട്ട് വളർത്താം കേട്ടോ. ഇതിന്റെ താഴെ നിന്ന് വരുന്ന ബേബി പ്ലാന്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. ലീഫിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചാൽ കിളിക്കുമെങ്കിലും താഴെ നിന്ന് വരുന്ന ബേബി പ്ലാന്റ്, ഈ മദർ പ്ലാന്റിൽ നിന്ന് വരുന്ന ചെറിയ ബേബി പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സ് ആണ് കുറച്ചുകൂടെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റ്, വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്.